കുലമിത് മുടിക്കാൻ കുറെ എണ്ണം ഷാജനെ തല്ലിയ കമ്മികൾ കിട്ടിയോ? കിട്ടിയോ? എവിടെ ഒന്നും നോക്കണ്ട, മുഖം ഒന്നും നോക്കണ്ട, നടപടി എടുത്തോളൂ. ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു ദാക്ഷിണ്യം കാണിക്കണ്ട, എല്ലാ നടപടിയും അങ്ങ് എടുത്തോളൂ. ഓക്കെ. അല്ലെങ്കിൽ നമ്മുടെ സേനയിൽ ഇവിടെ ആർക്കും വിലയില്ലെന്ന്. നമ്മുടെ സേന 48 മണിക്കൂറിനുള്ളിൽ പിടിക്കുന്ന പറഞ്ഞാൽ പിടിച്ചിരിക്കും. ആർക്കും ഒരു വിലയില്ലെന്ന്. കൊടുംചതി കട്ടപ്പ പോലും ഇത്രയും വലിയ കൊടുംചതി കാണിച്ചിട്ടില്ല. നിങ്ങൾ എന്നല്ലേ റൂട്ട് മാപ്പ് പോലീസിന് പറഞ്ഞു കൊടുത്തത്? ഇവർ തന്നെ തല്ലാൻ ആളെ ഇറക്കുന്നു, ഇവർ തന്നെ പ്രതികളെ പോലീസിന് പിടിച്ചു കൊടുക്കുന്നു. അങ്ങനെ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഷാജൻ സ്കറിയെ തല്ലിയ പ്രതികളെ പോലീസിന് പിടിച്ചുകൊടുത്ത് CPM മാതൃകയായി. പിടിച്ചു കൊടുത്തോ? പോലീസ് പിടികൂടി. അയ്യോ, നമ്മളങ്ങ് വിശ്വസിക്കണം. ഇത്രയും വലിയ മറ്റേ ഒരാളെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചവന്മാർ ബംഗളൂരുവിലെത്തുന്നു. ഇതുവരെ കിട്ടിയില്ല, ഞങ്ങൾ വലവിരിച്ചു എന്ന് പറയുന്ന പോലീസിന് പെട്ടെന്ന് പ്രതികളെ കിട്ടുന്നു. അതെ, കിട്ടി. തിരക്കഥയാണെന്ന് ആർക്കും മനസ്സിലായില്ലല്ലോ. എന്നും തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ എല്ലാ കാര്യത്തിനും തിരക്കഥ. അതായത് പൊളിഞ്ഞടുങ്ങുന്ന കുറെ നാടകം കൊണ്ട് വരും. ഞങ്ങൾക്ക് അതന്നെ പണി. ഷാജൻ സ്കറിയ പറയാണ് CPM ആണ് ഇതിന് പിന്നിലെന്ന്. എങ്ങനെ പറയാതിരിക്കും? പിന്നെ ആ മനുഷ്യനെ തല്ലിയത് നിങ്ങളുടെ CPM-ന്റെ ആൾക്കാർ, നിങ്ങളുടെ പാർട്ടി കോട്ടയിൽ വെച്ചാണ് തല്ലിയത്. എന്നിട്ട് പിന്നെ നിങ്ങളല്ലാതെ പിന്നെ BJP-കാരാണെന്ന് ആ മനുഷ്യൻ പറയണം. അതുമില്ല, സംസ്ഥാന നേതാക്കൾ അറിഞ്ഞോ അറിഞ്ഞില്ലെന്ന് അറിഞ്ഞൂടാ. എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ പ്രാദേശികമായി ഒരു ഗൂഢാലോചന നടന്നു എന്നാണ് ഷാജൻ സ്കറിയ പറഞ്ഞത്. അതായത് CPM-കാരും അറിഞ്ഞുകൊണ്ട് മറ്റേ പ്ലാൻ ഉണ്ടാക്കി എന്നെ തല്ലിയതാണെന്ന്, കൊല്ലാനാണ് അവർ വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അയ്യോ, നമ്മള് കൊല്ലിയൊന്നുമില്ല. ഇല്ല, നമ്മൾ നിങ്ങൾ തലോടി വിടുകയുള്ളൂ. പുള്ളി പറയാണ് ചെടിച്ചട്ടിക്ക് തല്ലിക്കൊല്ലുക, ഹെൽമെറ്റിന് അടിച്ചു കൊല്ലുക, എന്നിട്ട് അത് രക്ഷിക്കൽ പ്രവർത്തനമാണെന്ന് പറയുന്ന ഇവരുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ, അതാണ് കോമഡി. പുള്ളി പറയാണ് പുള്ളിക്കെല്ലാം നിയമപരിരക്ഷയുമുണ്ട്. അതുകൊണ്ട് നിയമപരിരക്ഷയുണ്ട്. ഈ രാജ്യത്തെ ഓരോ പൗരനും നിയമപരിരക്ഷയുണ്ട്. ആ നിയമപരിരക്ഷയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് താൻ വാർത്തകൾ ചെയ്യുന്നത് എന്ന് ഷാജൻ സ്കറിയ പറയുന്നു. അപ്പൊ നിയമപരമായി എന്നെ നേരിടാൻ കഴിയാത്തത് കൊണ്ട് കായികപരമായും എന്നെ നേരിടാൻ ഇവർ ശ്രമിക്കുന്നു. നിയമപരിരക്ഷ പറഞ്ഞ ആർക്കെതിരെ എന്തും പറയാനാണോ? ഞങ്ങൾക്ക് വിഷമം വരൂലേ ഇങ്ങനെയൊക്കെ പറഞ്ഞോ? അപ്പൊ നിങ്ങൾ കേസ് കൊണ്ട് കൊടുക്കണോടോ? അല്ല, ഒരാളെ റോഡിലിട്ട് തല്ലാനാണോ നിങ്ങൾക്ക്? അത് കാരണോ അതിനൊക്കെ അനുവാദം തന്നു? ഒരാളെ റോഡിലിട്ട് അല്ലേ തന്നെ? നിങ്ങൾക്ക് ഈ മാധ്യമങ്ങളെ കാണുമ്പോ എന്താ വലിയ ചൊറിച്ചില്? ഈ നിയമപരിരക്ഷ ഈ ചൊറിച്ചില് മുമ്പ് PV അൻവർ ഇരുന്നപ്പോഴായിരുന്നു മാധ്യമങ്ങളെ ചെസ് നമ്പർ ഇട്ടിട്ട് കൊല്ലും, തല്ലും, തിന്നും, പിച്ചും, മാന്തുവെന്നൊക്കെ. ഇപ്പൊ PV അൻവർ ഇല്ലാത്തതുകൊണ്ട് വേറെ കുറെ തൊട്ടികളെ ഇറക്കിയേക്കുന്നു. പിന്നെ ഈ പിടിക്കപ്പെട്ട മാത്യൂസും ഈ പറയുന്ന ഷിയാസ് ആലക്കനും ഒക്കെ മികച്ച നല്ല ആൾക്കാരാണല്ലോ നിങ്ങളുടെ പാർട്ടിയിൽ. നിങ്ങൾക്ക് CPM-നെ പറയും മാത്രമേ ഇവിടെ നിയമപരിരക്ഷയുള്ളൂ. ബാക്കി നിങ്ങൾ മോദി എന്ന് പറയില്ലേ? കോൺഗ്രസ് ഒന്നും പറയില്ലേ? അവരെന്ന് പറയാൻ നിങ്ങൾക്ക് നിയമപരിരക്ഷയില്ലേ? ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തന്നെ ഞങ്ങളുടെ പ്രതിരോധം തീർക്കും. ഞങ്ങൾ തന്നെ തല്ലാൻ ആളെ ഇറക്കും. ഞങ്ങൾ തന്നെ അവരെ പോലീസിന് പിടിച്ചു കൊടുക്കും. എനിക്കതല്ല. ഷാജൻ സ്കറിയെ തല്ലിക്കഴിഞ്ഞാൽ AKG സെന്ററിൽ നിന്ന് പട്ടും വളയും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പൊട്ടന്മാര് പോയി ഷാജൻ സ്കറിയെ തല്ലിയത്. വല്ല പ്രയോജനം ഉണ്ടായോ? ഇപ്പൊ AKG സെന്ററിൽ നിന്ന് തന്നെ ഉത്തരവ് പോയിട്ടുണ്ട് പോലീസുകാർക്ക് അവന്മാരെ തൂക്കിയെടുത്താകത്തിട്ടോളാം. അങ്ങനെ ആലക്കനും മറ്റേ കൊല്ലപ്പള്ളിയും ഒക്കെ ഇപ്പൊ നിങ്ങൾക്ക് എന്ത് പ്രശ്നം? ഞങ്ങൾക്ക് തിരക്കഥയാണ്. ഇങ്ങനെ പറയാതെ റെഡ് വാളണ്ടിയേഴ്സ് പിടികൂടിയതിനെയാണോ നിങ്ങൾ ഇങ്ങനെ പൊലിപ്പിച്ചു കാട്ടുന്നത്? സേനയെ അപമാനിക്കരുത്, സേനയുടെ വീര്യം കെടുത്തരുത്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സേനയെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു ദിവസം ഇവന്മാരെല്ലാം കൂടെ ആ ഷാജൻ സ്കറിയ തല്ലിയത് പോരാഞ്ഞിട്ട് നിരന്തരം മറ്റേ പോസ്റ്റ് ഇട്ട് കളിക്കുകയായിരുന്നു. ആനപ്പക, മറ്റേ പക, മറിച്ച പക എന്നൊക്കെ പറയും. ഇതൊക്കെ നിങ്ങളുടെ സേനയുടെ മനോബലം വീര്യം കെടുത്തുന്നതല്ലേ? ഞങ്ങള് സേനയെ പേടിച്ച് അവരത് ഡിലീറ്റ് ആക്കിയല്ലോ. ഡിലീറ്റ് ആക്കി വിമർശനം വന്നതിന് പിന്നാലെ സംഭവം മൊത്തത്തിൽ ലവന്മാര് പോയി തല്ലിയത് പ്രാദേശിക ഈ പറയുന്ന പോലെ തന്നെ ഇടുക്കിയിലെ പ്രാദേശിക നേതാക്കളെല്ലാം കൂടെ ഗൂഢാലോചന നടത്തിയിട്ടായിരിക്കും. പക്ഷേ ട്രാക്ക് മാറി ഇപ്പൊ ഷാജൻ സ്കറിയെ കൊല്ലാൻ ആളെ ഇറക്കിയത് പിണറായി ആണ് എന്ന് ആണ് കരക്കമ്പി വന്നുകൊണ്ടിരിക്കുന്നത്. വല്ല കാര്യമുണ്ടായിരുന്നു. അല്ല, അപ്പൊ നിങ്ങളുടെ ഇരട്ടച്ചങ്ങനെ പറ്റിയ ഒരു എതിരാളിയാണോ ഷാജൻ സ്കറിയ? അയ്യോ, അങ്ങനെ അല്ലെന്നാണല്ലോ നിങ്ങൾ പണ്ട് പറഞ്ഞോണ്ട്. അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്തിനാണോ അങ്ങനെ തല്ലാൻ ആളെ? ശത്രുക്കൾ BJP ആണ്, കോൺഗ്രസ് പോലും അല്ല. ഞങ്ങളുടെ ശത്രുക്കൾ BJP ആണ്. അതിനപ്പുറത്തേക്ക് ഒരു ശത്രുക്കളെ ഞങ്ങൾ കാണുന്നില്ല. പക്ഷെ കഥ വരുന്നത് ഇങ്ങനെയാ.
അത് പിന്നെ സ്വാഭാവികം. ഇതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഹാലിളകിയതിട്ട് അവന്മാരെ പിടിച്ച് അകത്തിടാൻ പറഞ്ഞത്. കള്ളക്കഥ അവന്മാരെ പിടിച്ച് അകത്തിടാൻ പറഞ്ഞു. കള്ളക്കഥ. വല്ല കാര്യം ഉണ്ടായിരുന്നു? തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുമ്പോ ഇമാതിരി ഊറ്റാളിത്തരം കാണിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അതെ, എല്ലാവരും മനസ്സിൽ കിടക്കും. എം വി ഗോവിന്ദൻ ഇടുക്കിയിലെ നേതാക്കളെയൊക്കെ വിളിച്ച് ചീത്ത വിളിച്ചെന്നാ കേൾക്കുന്നത്. ഇവന്മാരെയൊക്കെ ആരാണ് അഴിച്ചു വിട്ടത്? ഇവന്മാരെയൊക്കെ പൂട്ടിയിടാൻ. അതിന് എന്തോ ആൾക്കാർ ഇന്നിപ്പോ കമന്റ് ബോക്സിൽ പറയാണ് ഈ തല്ലുന്നവന്മാരെയൊക്കെ പിടിച്ച് പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് ഭരണത്തിൽ നിന്ന്. എന്താണ് ജനവിരുദ്ധം, എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരികയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെണ്ണ് കേസെല്ലാം മൊത്തത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ വേണ്ട കൊണ്ട് കാലം വിട്ടുടച്ചു. മറ്റേ എന്തോ വാഴക്കനോ ഏത്തക്കയോ ആലക്കൻ കൊല്ലപ്പള്ളിയും എന്തിന്റെ കേടായിരുന്നു? ഇനി ഇത് മനുഷ്യനെ മനസ്സിൽ കിടക്കൂലേ? നമ്മൾ തല്ലുന്നവരാണ്, അടിക്കുന്നവരാണ്, വരൂലേ? ഇല്ല, കേസിന് കോടതിയിൽ എത്തുമ്പോ കോടതിയിൽ നിങ്ങളെ എടുത്തിട്ട് അലക്കും. അയ്യോ, ഇപ്പൊ തന്നെ തലകറങ്ങുന്നു ആലോചിച്ചിട്ട്. ജനങ്ങളെ നിങ്ങൾ ഇതിലൊന്നും വീഴരുത്. ഞങ്ങൾ നല്ല നടപ്പിന് വിധിച്ചോ. നിങ്ങൾ ഇതൊന്നും ഇതാക്കണ്ട. ഞങ്ങൾ നല്ല ഭരണം മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഞങ്ങൾ ഇമാതിരിയാണോ നിങ്ങളുടെ നല്ല ഭരണം? ഇത് മാധ്യമ പ്രവർത്തകരെ തല്ലാൻ ആളെ വിടുക, കൊല്ലുവിടാ, നിന്നെ കൊന്നിട്ടേ പോകുള്ളടാ, നിന്നെ ഇന്ന് കൊല്ലുവിടാ, കുരുത്തം കെട്ടവനെ എന്നൊക്കെ പറഞ്ഞു. ഒറ്റപ്പെട്ട ഒന്നിലധികം സംഭവങ്ങൾ, ഇതൊക്കെ ഒറ്റപ്പെട്ട ഒന്നിലധികം. നിങ്ങൾ ഈ ഇടയ്ക്ക് എങ്ങാനും രാഷ്ട്രീയ കൊല കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ ഭരണത്തിൽ ഈ അടുത്ത കാലത്ത് നമ്മൾ വാഴക്കൊല മാത്രമേ കേട്ടിട്ടുള്ളൂ, രാഷ്ട്രീയ കൊല കേട്ടിട്ടില്ല. ഈ വാഴക്കൊല അതിനെക്കാട്ടിയും ഭേദമല്ലേ? രാഷ്ട്രീയ കൊലനെക്കാട്ടിയും ഭേദമല്ലേ വാഴക്കൊല? അല്ലേ? അതാണ് ഞങ്ങൾ ഭരണത്തിന് വന്നതിന് ശേഷം രാഷ്ട്രീയ കൊല കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ രാഷ്ട്രീയമായി കൊലപാതകം ചെയ്തത് നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയാണല്ലേ? അധികാരത്തിൽ വന്നത് കൊണ്ടാണ് രാഷ്ട്രീയ കൊലകൾ ഇവിടെ കുറഞ്ഞതെന്നാണ് ഈ പാർട്ടി ആണി പറയുന്നത്. ഞങ്ങൾ പ്രതിപക്ഷത്താണെങ്കിൽ ഇനിയും കൊലകൾ നടക്കും. കൊല്ലം മറ്റേ എം എം മണി പറഞ്ഞതുപോലെ ഞങ്ങൾ കൊന്നിട്ടുണ്ട്. ഒരുത്തനെ തല്ലിക്കൊന്ന് ഏലക്കാട്ടിൽ കുഴിച്ചിട്ടു, ഒരുത്തനെ ഞങ്ങൾ ഡാമിൽ ചെമ്പല്ലികൾക്ക് തിന്നാൻ കൊടുത്തു. 1 2 3. അതുപോലെ ഇനിയും ഞങ്ങൾ പ്രതിപക്ഷത്ത് വന്നാൽ കൊല്ലും. അതുകൊണ്ട് ഞങ്ങൾ കൊലയാളികളാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഭരണപക്ഷത്തെ ഇരുത്തണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണോ അണിയെ നിങ്ങൾ പറയുന്നത്? ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഭരണ മികവ് കൊണ്ട് ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇല്ല. ഞങ്ങൾ മാവേലി നാട് വാണ്ടുന്നത് പോലെയാണ് ഞങ്ങളുടെ. അത് ശരിയാ. കാര്യം എന്താണെന്നറിയാമോ? ഇവരുടെ ഭരണ നേട്ടമാണ് കേട്ടോ. കാരണം ഇവർക്ക് വേണ്ടപ്പെട്ട കൊലയാളികളെല്ലാം അകത്താണല്ലോ. പുതിയ കൊലയാളികളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ ഉള്ളതെല്ലാം മറ്റേ കൊടിസുനി, കിർമാണി മനോജ് എല്ലാം അകത്താണ്. അവരെയൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു. രജിസ്ട്രേഡ് കൊലയാളികളാണെന്ന് നമ്മൾ പണ്ടേ അംഗീകരിച്ചു. ഞങ്ങളുടെ ഭരണ നേട്ടം നിങ്ങൾ അംഗീകരിച്ചു തരരുത് കേട്ടോ. ഇത്രയും അസൂയ മൂത്ത മനുഷ്യര് ഞങ്ങള് മൂന്നാമത് വരാനുള്ളതിന്റെ ഇടോ. നിങ്ങളുടെ കുഴി തോണ്ടുന്നത് നിങ്ങൾ തന്നെയാണ്. അത് എല്ലാരും നമ്മളാരുമല്ല. നല്ല ഭരണം കാഴ്ചവെക്കണമെന്നുണ്ട്, നല്ല നടപ്പിന് പോകണമെന്നുണ്ട്, നല്ല പേര് കേൾപ്പിക്കണമെന്നുണ്ട്. പക്ഷെ കൂടെ ഉള്ളവന്മാരൂടെ സമ്മതിക്കേണ്ടതാണ് മുഖ്യമന്ത്രിയുടെ കരച്ച്. ഇതിപ്പോ വേണ്ടായിരുന്നു. ഇതിപ്പോ ജനങ്ങള് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ മനുഷ്യന്റെ മനസ്സിൽ കിടക്കുള്ളൂ. 2 വർഷം മുമ്പേ ഉള്ളത് ആരെങ്കിലും ഓർത്തിരിക്കോ? ഇതിപ്പോ എല്ലാരും മനസ്സിൽ കിടക്കൂലേ? 2 മാസം കഴിയുമ്പോ ഇലക്ഷൻ വരണം. എന്തിന്റെ കേടായിരുന്നു? അതെ, എന്തിന്റെ ഏതും പോരാത്ത ഷാജൻ സ്കറിയെ പോയി തല്ലിയേക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ തല്ലി കിട്ടുന്നവരെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കെതിരെ 1-2 വാർത്തകൾ മാത്രമായിരുന്നു മറുനാടനിൽ പോയിരുന്നത്. ഇപ്പൊ ചറപറ വാർത്തയാണ്. അവർക്ക് കണ്ടന്റ് ഇല്ലായിരുന്നു തോന്നുന്നു. ഞങ്ങൾ കണ്ടന്റ് കിട്ടിയല്ലോ. അതെ. AKG സെന്ററിൽ എന്തൊക്കെയോ ചർച്ചകൾ നടക്കുന്നുണ്ട്. യവന്മാരെയൊക്കെ പൂട്ടിക്കെട്ടി മറ്റേ തെക്കിനിയിൽ പൂട്ടണമെന്നാണ് ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. അയ്യോ, തൊട്ടികളും തോൽവികളെയും കൊണ്ട് മടുത്തു ഈ ജീവിതം എന്ന് പാർട്ടി സെക്രട്ടറി. അപ്പൊ എന്നെയും പൂട്ടോ? ഞാൻ അപ്പം വിറ്റ് ജീവിച്ചോളാന്ന്. എന്നെ പൂട്ടോ? ഞാൻ നമ്മൾ ജയിക്കുന്നവരൊന്നും ചെയ്യില്ല. അതെ, AKGയിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങ് ചർച്ച ചെയ്ത് തീരുമാനിച്ചോളാം. പുറത്തുനിന്ന് ആരും എത്തി നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതെ, ഈ പുറത്തുള്ളവരെ തല്ലുമ്പോൾ ഇതുപോലെയുള്ള പേരുകൾ കേൾക്കേണ്ടി വരും, വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും. അത് പിന്നെ അബദ്ധം പറ്റി. ഇനിയിപ്പോ എന്തോ ചെയ്യാനൊക്കെ പിണറായി എന്ത് പറയാ എന്തോ. അതാ പറഞ്ഞത്, പിണറായിക്ക് ഇപ്പൊ ഷാജൻ സ്കറിയെ പേടിയാണെന്ന്. അങ്ങനെയായി വ്യാഖ്യാനിക്കപ്പെട്ടു. അത് എന്തിനാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇത്രയും ചെറിയൊരു ശത്രുവിനെ ഒരുക്കി തന്നത്? അല്ലേ? അതെ, ഒരു മാധ്യമപ്രവർത്തകർ, അദ്ദേഹം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്തെങ്കിലുമൊക്കെ പറയട്ടെ. നിങ്ങൾക്ക് എന്ത് അല്ലേ? നമുക്ക് രാഹുൽ മങ്കൂട്ടത്തിലും വി സതീശനും ചന്ദ്രശേഖരൊക്കെ പോരായിരുന്നു. റേഷൻ കട മറന്ന് മണ്ണെണ്ണ മേടിക്കാം. അതെ, ഇപ്പൊ മാധ്യമ പ്രവർത്തകർ ഇപ്പൊ അരി മുഞ്ചി മണ്ണെണ്ണയും
അങ്ങനെയായി അവസ്ഥയിലാണ് പിണറായി ക്ലിഫ് ഹൗസിൽ. പറയാൻ മറന്നു, റേഷൻ കടയിൽ എല്ലാം വന്നിട്ടുണ്ട് ഓണക്കിറ്റ്. കിറ്റ് വാങ്ങിച്ച് നക്ക്, എന്നാലല്ലേ ഞങ്ങൾക്ക് പറയാൻ കഴിയൂ. ഞങ്ങളുടെ കിറ്റ് മേടിച്ച് നക്കിയിട്ട് വോട്ട് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ. കിറ്റ് വാങ്ങിച്ച് നക്കാനല്ല, കിറ്റ് വാങ്ങിച്ച് ഫുഡ് കഴിച്ച് നല്ലപോലെ ഓണം ആഘോഷിക്കൂ. എന്തായാലും തിരിച്ചു വിളിക്കുവോ? അല്ല കഴിഞ്ഞതിന്റെ അങ്ങേ വർഷമൊക്കെ മറ്റേ പപ്പടമൊക്കെ തിരിച്ചു വിളിച്ചു. മറ്റേ അഴുക്ക പപ്പടമായിരുന്നു, അഴുക്ക ഏലക്കയായിരുന്നു, അതുകൊണ്ട് ആരും അത് തിന്നരുത്, തിരിച്ചു വിളിപ്പിച്ചായിരുന്നല്ലോ. അതുപോലത്തെ എന്തെങ്കിലും തിരിച്ചു വിളിപ്പിക്കുവോ നിങ്ങള്? ആരും ഞങ്ങൾക്ക് പണി വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് പറയാനുണ്ട്, മറയൂർ ശർക്കര ഇല്ലെങ്കിൽ അതിന്റെ സ്വഭാവം. കഴിഞ്ഞ തവണ നിങ്ങൾ മറയൂർ ശർക്കരയാണെന്നും പറഞ്ഞുകൊണ്ട് മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് പാണ്ടി ശർക്കര ഇറക്കിയവരാ. അണ്ടിപ്പരിപ്പുണ്ടോടോ? പായസം കൂടി വെച്ചുതരാം കിറ്റിന്റെ അകത്ത്. വേണോ? ഉണ്ടാക്കി വെച്ചുതരാം. വേണോ? വേണമെങ്കിൽ അവിടെ ഉണ്ടാക്കി തിന്നു, ഞങ്ങൾ എല്ലാം തരണുണ്ട്. വേണമെങ്കിൽ അവിടെ വീട്ടിലുണ്ടാക്കി തിന്നു. ഇനി പായസം കൂടി വെച്ചുതരാൻ കുറവില്ല നിങ്ങൾക്ക്. ഞങ്ങൾ ഇത്രയും ചെയ്യണത് പോലെ. ഞാൻ പോട്ടെ. ആവശ്യത്തിലധികം കിട്ടുന്നുണ്ടല്ലോ. ഒലിക്കട മൂടും. ഒലക്കര മൂട്.